എത്ര വിളക്ക് തെളിച്ചിട്ടും എത്രയൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ ആകാശത്തെങ്ങുമെത്താതെ വായുവിൽ അലിഞ്ഞു പോവുകയാണോ? ദൈവത്തിന് നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ആഡംബരങ്ങളോ വലിയ മന്ത്രങ്ങളോ അല്ല ആവശ്യം, മറിച്ച് ഒരു പ്രത്യേക രഹസ്യക്കൂട്ടാണ്. ജീവിതത്തിൽ ഒരു മാറ്റവും കാണാതെ നിരാശരായി ക്ഷേത്രപ്പടികൾ കയറിയിറങ്ങുന്ന ഭക്തർ പലപ്പോഴും വിട്ടുപോകുന്ന ആ പരമപ്രധാനമായ അറിവാണ് പഞ്ചശുദ്ധി. പ്രാർത്ഥനകൾക്ക് 100% ഫലം നൽകുന്ന ദൈവീക സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ആ 5 രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും വിചാരിക്കുന്നത് ഭക്തി എന്നാൽ കേവലം ക്ഷേത്രങ്ങളിൽ പണം ചെലവഴിക്കുന്നതാണെന്നാണ്. എന്നാൽ യഥാർത്ഥ ഈശ്വരാനുഭൂതി ലഭിക്കാൻ വലിയ മന്ത്രങ്ങളോ ആഡംബരങ്ങളോ ആവശ്യമില്ല. ശുദ്ധിയിലാണ്, ശ്രദ്ധയിലാണ്, ഉറച്ച വിശ്വാസത്തിലാണ് ദൈവം കുടികൊള്ളുന്നത്. ശരീരം, മനസ്സ്, സ്ഥലം, ദ്രവ്യം, മന്ത്രം എന്നീ 5 ഘടകങ്ങൾ ഒന്നുപോലെ പരിപാവനമാകുമ്പോൾ മാത്രമാണ് പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. ഈ 5 കാര്യങ്ങളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും വരും നിമിഷങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. ഭക്തിയുടെ ഈ വഴിയിൽ ആദ്യമായി നാം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഭൗതികമായ ശരീരത്തെ തന്നെയാണ്. പഞ്ചശുദ്ധിയിലെ ഏറ്റവും ആദ്യത്തെ പടിയായി പറയുന്നതും ഈ ശരീരശുദ്ധി തന്നെയാണ്. പകൽ സമയങ്ങളിൽ ആഹാരകാര്യങ്ങളിൽ പുലർത്തേണ്ട ചില നിർബന്ധങ്ങളുണ്ട്. മത്സ്യമാംസാദികൾ കഴിച്ചതിന് തൊട്ടു പിന്നാലെ പ്രാർത്ഥനയിലേക്കോ ക്ഷേത്രദർശനത്തിലേക്കോ കടക്കുന്നത് ആത്മീയമായ വഴിയിൽ അത്ര ശാസ്ത്രസമ്മതമല്ല. ഇതിനർത്ഥം ക്ഷേത്രദർശനം പൂർണ്ണമായി ഒഴിവാക്കണം എന്നല്ല, മറിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുന്ന ദിവസങ്ങളിലെങ്കിലും ഇത്തരം ഭക്ഷണരീതികൾ പൂർണ്ണമായും മാറ്റിവെക്കാൻ തയ്യാറാകണം. പലരും ക്ഷേത്രങ്ങളിൽ സപ്താഹം പോലുള്ള വലിയ വിശേഷങ്ങൾ നടക്കുമ്പോൾ പോലും വീട്ടിൽ മാംസാഹാരം നിർബന്ധമാക്കുന്നത് കാണാറുണ്ട്. ഇത്തരം പ്രവൃത്തികളാണ് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം ഇല്ലാതാക്കുന്നത്. മത്സ്യമോ മാംസമോ കഴിക്കുന്നത് ദൈവത്തിന് അസ്വീകാര്യമാണ് എന്ന തെറ്റായ ചിന്ത വേണ്ട. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ആത്മീയമായ ലയനത്തിന് അനുയോജ്യമായിരിക്കണം എന്നത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മുൻപ് ശരീരം ലളിതമായിരിക്കണം എന്ന് പഴമക്കാർ പറയുന്നത്. വിശപ്പുകൊണ്ട് തളർന്ന ശരീരവും ഭാരമേറിയ മനസ്സും ഒത്തുചേർന്ന് ദൈവത്തെ എത്ര വിളിച്ചാലും ആ വിളി നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയുള്ളൂ. അത് ഒരിക്കലും പ്രപഞ്ചനാഥനിലേക്ക് എത്തില്ല. ശരീരത്തെ ഒരുക്കിയെടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നാം മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ചിന്തകളെയാണ്. പ്രാർത്ഥനയുടെ പൂർണ്ണതയ്ക്കായി മനസ്സിന്റെ ശുദ്ധി കൈവരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മനസ്സിലേക്ക് 100,000 ചിന്തകൾ കടന്നുവരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പ്രാർത്ഥനയല്ലാതായി മാറുകയും വെറുമൊരു ശബ്ദമുള്ള മൗനമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ചിന്തകളുടെ ഈ കടന്നുകയറ്റം തടയാൻ പ്രാർത്ഥനയ്ക്ക് തൊട്ടുമുമ്പ് 2-3 മിനിറ്റ് പ്രാണായാമം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ മാർഗമാണ്. ശ്വാസം സാവധാനം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ അനാവശ്യ ചിന്തകളുടെ വാതിലുകൾ ഓരോന്നായി അടഞ്ഞുപോകും. അതോടെ മനസ്സ് നിർമ്മലവും ശാന്തവും ഏകാഗ്രവുമായി മാറും. മനസ്സ് പൂർണ്ണമായും നിശബ്ദമാകുന്ന ആ നിമിഷത്തിലാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ സംസാരിച്ചു തുടങ്ങുന്നത്. മനസ്സും ശരീരവും ശുദ്ധമായാൽ മാത്രം പോരാ, നമ്മൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. നിലം എപ്പോഴും തുടച്ചു വൃത്തിയാക്കിയിടാനും വിളക്ക് വയ്ക്കുന്ന സ്ഥലം കറകളില്ലാതെ സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ധനികന്റെ വീട്ടിലെയും സാധാരണക്കാരന്റെ വീട്ടിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് പരമാവധി ശുദ്ധിയുള്ള സ്ഥലത്തായിരിക്കണം പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടത്. വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ആ സ്ഥലം അല്പം വെള്ളം തളിച്ച് ശുദ്ധമാക്കുന്നത് ഒരു ശീലമാക്കുക. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ തുളസിയില ഇട്ടുകൊണ്ട് ഏതൊരാൾക്കും സാധാരണ ജലത്തെ വിശുദ്ധമായ തീർത്ഥമാക്കി മാറ്റാൻ സാധിക്കും. തുളസിയിലയിട്ട ജലത്തിലേക്ക് നിങ്ങളുടെ വലതുകൈയിലെ ചൂണ്ടുവിരലും മോതിരവിരലും തൊട്ടുകൊണ്ട് രാവിലെയാണെങ്കിൽ ഇമാപശിവാസന്തു ശുഭാശുദ്ധാസ്ത നിർമ്മല പാവന ശീതളാശൈവ പൂത സൂര്യസ്യ രശ്മിവിഹി എന്ന മന്ത്രം ജപിക്കണം. അതിനുശേഷം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലൈസ്മിൻ സന്നിധി കുരു എന്ന മന്ത്രം കൂടി ചൊല്ലുക. ഈ മന്ത്രങ്ങൾ സാധാരണ ജലത്തെ പവിത്രമായ തീർത്ഥമാക്കി മാറ്റുകയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെ ഒരു പുണ്യ ദേവസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യും. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് ദ്രവ്യശുദ്ധിയാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന പൂജാസാധനങ്ങളുടെ ശുദ്ധിയാണിത്. വിളക്ക്, തിരി, എണ്ണ എന്നിവയെല്ലാം തികച്ചും വൃത്തിയുള്ളതായിരിക്കണം. പല വീടുകളിലും ക്ഷേത്രങ്ങളിലും വിളക്കെണ്ണ എന്ന പേരിൽ ചീഞ്ഞളിഞ്ഞ മാംസാവശിഷ്ടങ്ങളിൽ നിന്നും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണനിലവാരമില്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. വില അല്പം കൂടുതലാണെങ്കിലും നല്ല ശുദ്ധമായ നെയ്യ്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നിവ മാത്രം വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുക. ദൈവത്തിന് ആവശ്യമില്ലാത്തതോ മോശമായതോ ആയ കാര്യങ്ങൾ നമ്മൾ നൽകരുത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം. എന്തെങ്കിലും ഒരു വിളക്ക് കൊളുത്തുകയല്ല വേണ്ടത്, അതിൽ കൃത്യമായ ശുദ്ധതയുണ്ടായിരിക്കണം. ദൈവം നമ്മളിൽ നിന്ന് വലിയ വിലയുള്ള വസ്തുക്കളല്ല ചോദിക്കുന്നത്, മറിച്ച് ശുദ്ധമായത് മാത്രമാണ്.
ഇനി നമുക്ക് മന്ത്രശുദ്ധിയെക്കുറിച്ച് പരിശോധിക്കാം. മന്ത്രങ്ങൾ എപ്പോഴും കൃത്യമായ ഉച്ചാരണത്തോടെയും തെറ്റുകൂടാതെയും വേണം ജപിക്കാൻ. നിങ്ങൾക്ക് പ്രത്യേക മന്ത്രോപദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നതോ കേട്ടുപഠിച്ചതോ ആയ ലളിതമായ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. മാസികകളിലോ പുസ്തകങ്ങളിലോ കാണുന്ന സങ്കീർണമായ മന്ത്രങ്ങൾ ഒരു ഗുരുവിന്റെ ഉപദേശമില്ലാതെ സ്വയം ജപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുമുഖത്തു നിന്നല്ലാതെ തന്നെ ജപിക്കാനാവുന്ന നിരവധി ലളിത മന്ത്രങ്ങളുണ്ട്. അവ കൃത്യമായി മനസ്സിലാക്കി വേണം ചൊല്ലാൻ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങൾ മാറി മാറി ജപിക്കുന്ന ശീലം ഒഴിവാക്കുക. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ചഞ്ചലമായ മനസ്സിന്റെ ലക്ഷണമാണത്. പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിക്ക് ഏറ്റവും അത്യാവശ്യം സ്ഥിരതയാണ്. ഒരു ദൈവം ഒരു മന്ത്രം എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഉപാസനയ്ക്ക് ഏറ്റവും അനുയോജ്യം. മറ്റ് ദൈവങ്ങളെ സാധാരണ രീതിയിൽ സ്മരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിൽ തെറ്റില്ല. സാധാരണക്കാർ ഒരു ദൈവത്തെ കേന്ദ്രീകരിച്ച് ഉപാസിക്കുന്നതാണ് ഉചിതം. എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ വിളിച്ചില്ലെങ്കിൽ അവർക്ക് പരിഭവമുണ്ടാകുമെന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. എന്നാൽ പരിഭവവും ദേഷ്യവും മനുഷ്യരുടെ വികാരങ്ങളാണ്, ദൈവത്തിൻ്റെതല്ല. സാഹചര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥനാ സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നാലും അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവവും നമ്മുടെ മനസ്സും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാം. കഴിവതും എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക. സമയത്തിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നുവെന്ന് കരുതി ഈശ്വരൻ ഒരിക്കലും നമ്മളോട് കോപിക്കില്ല. എങ്കിലും ഒരു കൃത്യത പാലിക്കുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ള ഒരു ആന്തരികമായ ഉത്സാഹം നമ്മളിൽ നിലനിർത്താൻ സഹായിക്കും. തിരക്കുകൾ കാരണം എപ്പോഴെങ്കിലും സമയം വൈകിയാലും വിളക്ക് കൊളുത്താൻ മടി കാണിക്കരുത്. ഒരു ദിവസം വിളക്ക് വയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവം നമ്മെ ശിക്ഷിക്കില്ല. കാരണം നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ മനസ്സറിയുന്ന കരുണാമയനായ ദൈവത്തെയാണ്, തൊട്ടാവാടിയെപ്പോലെ ദേഷ്യപ്പെടുന്ന പിശാചുക്കളെ അല്ലാതെ. നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പ്രാർത്ഥനയ്ക്കായി എത്ര സമയം മാറ്റിവെക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്. ദിവസത്തിൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ഈശ്വര പ്രാർത്ഥനയ്ക്കായി പൂർണ്ണമായും നീക്കിവെക്കാൻ തയ്യാറാകണം. നിങ്ങൾ നൽകുന്ന ആ 20 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് 10 ഇരട്ടി സമയവും സമാധാനവും തിരികെ നൽകും. ജീവിതത്തിൽ കൃത്യമായി പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നവർക്ക് വലിയ തകർച്ചകൾ ഉണ്ടാകില്ല. ഇതിന് സമയം കണ്ടെത്താൻ കഴിയാത്തവരാണ് പിന്നീട് ജീവിതത്തിൽ ടെൻഷൻ അടക്കാനും മാനസിക സമ്മർദ്ദം അനുഭവിക്കാനും ധാരാളം സമയം കളയേണ്ടി വരുന്നത്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ മഹാത്ഭുതമുണ്ടെന്നത് ഒരു പരമസത്യമാണ്. ആ സത്യത്തെ അനുഭവിക്കാൻ പഞ്ചശുദ്ധിയുടെ സാരമെന്തെന്ന് നാം പൂർണ്ണമായി ഉൾക്കൊള്ളണം. പഞ്ചശുദ്ധി എന്നത് വെറുമൊരു ആചാരമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു ഉത്തമ മാർഗമാണ്. ശുദ്ധമായ ശരീരവും ശാന്തമായ മനസ്സും പവിത്രമായ സ്ഥലവും വൃത്തിയുള്ള പൂജാദ്രവ്യങ്ങളും സ്ഥിരതയുള്ള മന്ത്രവും ഒത്തുചേരുമ്പോഴാണ് പഞ്ചശുദ്ധി പൂർണ്ണമാകുന്നത്. ഈ 5 കാര്യങ്ങളും ഒരേ സമയം ഒത്തുചേരുന്ന പക്ഷം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം തേടി അലയേണ്ടി വരില്ല. പ്രാർത്ഥന ദൈവത്തെ തേടി പോകുന്നതിന് പകരം ദൈവം നമ്മളിലേക്ക് ഇറങ്ങിവരുന്ന അത്ഭുതമാണ് അപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഈ രീതിയിൽ മാറ്റിയെടുത്താൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാനാകും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ ആത്മീയ ചിന്തകൾ നിങ്ങളുടെ ചിന്താഗതികളിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്കായും സമർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ഈ പഞ്ചശുദ്ധി പാലിച്ചതിലൂടെ സാധ്യമായിട്ടുണ്ടോ, അതോ ഇതേക്കുറിച്ച് നിങ്ങൾ ആദ്യമായാണോ കേൾക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെയുള്ള കമന്റ് ബോക്സിൽ വ്യക്തമാക്കൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.